ദേ എനിക്ക് കോള് വരുന്നുണ്ട്, പക്ഷേ ബ്ലാക്ക് ആയിട്ടാണ് ഉള്ളത്. വാട്സപ്പിൽ നിന്നാണ് എനിക്ക് കോള് വരുന്നത്. സാധാരണ കോളൊക്കെ എനിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്, പക്ഷേ വാട്സപ്പിൽ നിന്ന് വരുന്ന കോളുകൾ എനിക്ക് ഈ രൂപത്തിലാണ് വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും? പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്ക്രീനിൽ കാണണമല്ലോ. എന്താണ് ഇതിന്റെ പ്രശ്നം? നിങ്ങൾക്ക് വാട്സാപ്പിലുള്ള കോളുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? ഇനി വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പിന്റെ ലോഗോ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ ഐ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാട്സാപ്പിൻ്റെ മെയിൻ സെറ്റിംഗ്സിലേക്ക് പോകും. ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകമായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കോൾ നോട്ടിഫിക്കേഷൻ. ഇതെല്ലാ വാട്സാപ്പിലും എല്ലാ മൊബൈലിലും കാണാൻ സാധിക്കില്ല, എൻ്റെ മൊബൈലിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഓണിലാണോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഈ ഒരു സെറ്റിംഗ്സ് എല്ലാ മൊബൈലിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാനിപ്പോൾ സാംസങ് മൊബൈലിൽ നിങ്ങൾ കാണിച്ചു തരാം. ഇതിന് പുറമേ 2 സെറ്റിംഗ്സ് കൂടിയുണ്ട്, അത് നിങ്ങൾ ഓൺ ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ സാംസങ് മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാട്സപ്പിൻ്റെ ലോഗോയിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യാണ്. ഇവിടെ തന്നെ ഐ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ പോകും. ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ, താഴേക്കൊന്നും വരാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറീസ് എന്ന ഭാഗമാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓണിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ കോൾ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ മൊബൈലിലും എല്ലാ വാട്സാപ്പിലും ആ ഒരു സെറ്റിംഗ്സ് കാണില്ല എന്ന്. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട, വേറെയും 2 സെറ്റിംഗ്സും കൂടിയുണ്ട് പ്രധാനമായിട്ട്. ഇപ്പോൾ ഞാൻ പഴയ ആ മൊബൈൽ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അവിടെ വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന എല്ലാ ടോഗിളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ചിലതൊക്കെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ തന്നെ നമുക്ക് വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വാട്സപ്പിൻ്റെ ലോഗോയിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ആപ്പ് ഇൻഫോ എടുക്കുക, അല്ലെങ്കിൽ ഐ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും, ആപ്പ് ഇൻഫോ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ സ്റ്റോറേജ് യൂസേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണുന്ന ക്ലിയർ ഡാറ്റ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. ഇവിടെ താഴെ കാണുന്ന ക്ലിയർ ക്യാഷെ, അതായത് ക്ലിയർ കേച്ച് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ക്യാഷെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ 10.1 MB കേഷെ ഇവിടെ ഫയൽ വന്ന് കിടക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ വരുന്ന കോളുകൾ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.